നമസ്കാരം. കേരള സ്റ്റോറി 2 സിനിമയുടെ പശ്ചാത്തലത്തിൽ ലവ് ജിഹാദിനെ ചൊല്ലി മാധ്യമപ്രവർത്തകൻ മാത്യു സാമുവലും മുൻ DGP TP സെൻകുമാറും തമ്മിലുള്ള വാക്പോര് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു. ലവ് ജിഹാദ് എന്ന പ്രയോഗം സൃഷ്ടിച്ചത് സെൻകുമാറാണെന്ന മാത്യു സാമുവലിൻ്റെ പരാമർശത്തിന് പിന്നാലെ മാത്യുവിൻ്റെ ഭൂതകാലം ചികഞ്ഞുള്ള മറുപടിയുമായിട്ടാണ് സെൻകുമാർ നേരിട്ടെത്തിയത്. വെറുമൊരു ആരോപണമല്ല, മാത്യു സാമുവലിൻ്റെ മാധ്യമപ്രവർത്തന ശൈലിയെ തന്നെ കടന്നാക്രമിക്കുന്നതാണ് മുൻ DGPയുടെ വാക്കുകൾ. കേരളത്തെ വർഗീയവൽക്കരിക്കാൻ TP സെൻകുമാർ ബോധപൂർവ്വം നിർമ്മിച്ചെടുത്ത ഒന്നാണ് ലവ് ജിഹാദ്. മലപ്പുറത്ത് സർവീസിലിരുന്ന കാലത്താണ് സെൻകുമാർ ഈ പദ്ധതി ആസൂത്രണം ചെയ്തത്. പോലീസുകാരൻ എന്ന നിലയിലുള്ള മാന്യത കാണിക്കാതെ കേരളത്തെ വർഗീയമായി നശിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നും മാത്യു ആരോപിച്ചു. മുസ്ലിം സമൂഹത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്ലാന്റഡ് വേർഷനാണിതെന്നും മാത്യു തുറന്നടിച്ചു. ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് സാധനം കോയിൻ ചെയ്യുന്നത് കേരളത്തിലെ മുൻ DGP ആയ TP സെൻകുമാറാണ്. അപ്പോൾ അയാളെന്ന് പറയുന്നത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഇതുപോലെ ഒരു വർഗീയ ഭ്രാന്തൻ. അവനെ ഒരിക്കലും ഒരു പോലീസ് ഓഫീസറായി അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കൊക്കെ നോക്കുമ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഏത് രീതിയിലുള്ള മാന്യതയാണ് കാണിക്കേണ്ടത്? അയാൾ ചിലപ്പോൾ കറപ്ഷനില്ലാത്ത ആളായിരിക്കാം, പക്ഷേ അയാൾ എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. അതായത് കേരളത്തെ പൂർണ്ണമായിട്ട് വർഗീയവൽക്കരിച്ച് നശിപ്പിക്കുക. കാരണം അതിൻ്റെ ഒരു പ്ലാന്റഡ് വേർഷനായിട്ടാണ് ഈ ലവ് ജിഹാദ് എന്ന സാധനം അയാൾ മലപ്പുറത്തിരുന്ന സമയത്ത് ഇതുണ്ടാക്കിയെടുക്കുന്നത്. ഇതിനകത്ത് ലവ് ജിഹാദിനേക്കാളും ചില ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾ കല്യാണം കഴിച്ചിട്ടുണ്ട്. ചില ആൾക്കാരെ അവർ ഐസിസിലും അൽഖ്വയ്ദിലുമൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനകത്ത് അറിയേണ്ടുന്ന സംഗതി എന്ന് പറയുന്നത്, ഇവരെ റാഡിക്കൽ ഇസ്ലാമാക്കിയ സമയത്ത് ഈ പോലീസുകാർ എന്ത് കുന്തമാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാർ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഇവരുടെ റൂട്ടും സംഭവങ്ങളും അന്വേഷിക്കണ്ടേ? അതാണ് പോലീസിൻ്റെ ജോലി. പിന്നെ കേരളത്തിൻ്റെ ഈ ഗൾഫ് എക്കോണമി മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് സാമ്പത്തികം കൂടി അവർ പലയിടത്തും ജോലിക്ക് പോകാൻ തുടങ്ങി. അതിനകത്തുണ്ടാക്കിയ ഒരു സംഭവമുണ്ട്. മുസ്ലിം ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് SDPI, PFI, ജമാഅത്ത് ഇസ്ലാമി അവരൊക്കെ കാണിച്ച വൃത്തികേട്. അതിനകത്ത് കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ ദുരിതം അനുഭവിക്കേണ്ടി വന്നു. അത് യാഥാർത്ഥ്യമാണ്. കേരള സ്റ്റോറിക്ക് പകരം രാജ്യത്തെ സ്ത്രീകളുടെ യഥാർത്ഥ അവസ്ഥ വെളിപ്പെടുത്തുന്ന ഇന്ത്യൻ ഫയൽസ് അല്ലെങ്കിൽ ഡൽഹി ഫയൽസ് ആണ് നിർമ്മിക്കേണ്ടത്. ഉത്തരേന്ത്യയിലെ തൊഴിലില്ലായ്മ, ജാതി സംഘർഷങ്ങൾ എന്നിവയിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം സിനിമകൾ ഉപയോഗിക്കുന്നത് എന്നുമായിരുന്നു മാത്യു സാമുവലിൻ്റെ ആരോപണം. ഈ ആരോപണങ്ങളെ പുച്ഛിച്ചു തള്ളിയ സെൻകുമാർ മാത്യു സാമുവലിൻ്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്തു. ബ്ലാക്ക് മെയിലിംഗ് ആണ് മാത്യുവിൻ്റെ പ്രധാന തൊഴിലെന്നാണ് സെൻകുമാർ പറയുന്നത്. എടാ മാത്യു സാമുവലെ, നിൻ്റെയൊക്കെ പണം പിടുങ്ങൽ മെക്കാനിസം നേരിട്ട് കണ്ടവനാണ് ഞാൻ. കേരളത്തിലെ ഒരു ചീഫ് സെക്രട്ടറിയെ ഒരു പെണ്ണിനെ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തവനാണ് നീ. നിനക്കാകെ അറിയാവുന്ന പണി ബ്ലാക്ക് മെയിൽ മാത്രമാണെന്ന് അറിയാത്തവരായി ആരുണ്ട് ആ നാട്ടിൽ? ഏതായാലും ലവ് ജിഹാദ് എന്ന വാക്ക് ലോകത്തിന് സമ്മാനിച്ചത് ഞാനാണെന്ന് നീ കണ്ടെത്തിയതിൽ സന്തോഷമുണ്ട്. TP സെൻകുമാറിൻ്റെ വാക്കുകൾ ഇങ്ങനെ. ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്ന തർക്കം കേരളത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്നതാണ്. എന്നാൽ അത് TP സെൻകുമാറിൻ്റെ ബുദ്ധിയിൽ വിരിഞ്ഞതാണെന്ന മാത്യു സാമുവലിൻ്റെ ആരോപണത്തിനാണ് ചുട്ട മറുപടി അദ്ദേഹം നൽകിയിരിക്കുന്നത്. കേരളത്തെ വർഗീയവൽക്കരിക്കാൻ TP സെൻകുമാർ ബോധപൂർവ്വം നിർമ്മിച്ചെടുത്ത ഒന്നാണ് ലവ് ജിഹാദ്. മലപ്പുറത്ത് സർവീസിലിരുന്ന കാലത്താണ് സെൻകുമാർ ഈ പദ്ധതി ആസൂത്രണം ചെയ്തത്. പോലീസുകാരൻ എന്ന നിലയിലുള്ള മാന്യത കാണിക്കാതെ കേരളത്തെ വർഗീയമായി നശിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നും മാത്യു ആരോപിച്ചു.